നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ ഒന്നാമത്തെ അധ്യായമായ പീരിയോഡിക് ടേബിളും ഇലക്ട്രോണിക് വിന്യാസവും എന്ന് പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററിലെ കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കിയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരുന്നു പറഞ്ഞത്. എങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്, ഏത് ഓർഡറിലാണ് അത് എഴുതുന്നത്, ഏത് ഓർഡറിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ആവുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വലിയ എലമെന്റ് മീൻസ് അറ്റോമിക് നമ്പർ കൂടിയ എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. നോബിൾ ഗ്യാസിന്റെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. എങ്ങനെയാണ് നോബിൾ ഗ്യാസിന്റെ പേര് വെച്ചുകൊണ്ട് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് നിങ്ങളോട് നോബിൾ ഗ്യാസിന്റെ പേരും അതിന്റെ അറ്റോമിക് നമ്പറും ഒന്ന് നോക്കിയിട്ട് വരണം എന്നുള്ളത്. എന്തായാലും എല്ലാവരും നോക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പീരിയോഡിക് ടേബിളിലെ 18ാം ഗ്രൂപ്പ് എലമെന്റിനെയാണ് നമ്മൾ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എന്നൊക്കെ പറയുന്നത്. 18ാം ഗ്രൂപ്പ് എലമെന്റ് 7 എലമെന്റുകളാണ് 18ാം ഗ്രൂപ്പിലുള്ളത്. അതിൽ 6 നാച്ചുറൽ എലമെന്റും ഒരു ആർട്ടിഫിഷ്യൽ എലമെന്റും. ഈ 6 നാച്ചുറൽ എലമെന്റ് ആണ് സാധാരണയായിട്ട് നമ്മൾ ഈ നോബിൾ ഗ്യാസ് ആയിട്ട് കണക്കാക്കുന്നത്. 7ാമത്തത് നോബിൾ ഗ്യാസ് തന്നെയാണ്, പക്ഷെ അത് ആർട്ടിഫിഷ്യൽ എലമെന്റ് ആണ്, റേഡിയോ ആക്റ്റീവ് ആണ്. അപ്പൊ നമ്മൾ പേര് എഴുതുന്ന സമയത്ത് ആദ്യത്തെ 6 നോബിൾ ഗ്യാസിന്റെ പേര് വെച്ചിട്ടാണ് എഴുതുന്നത്. നമുക്കറിയാം 18ാം ഗ്രൂപ്പ് എലമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹീലിയത്തിലൂടെയാണ്. ഹീലിയാണ് ആദ്യത്തെ 18ാം ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റ്. ഹീലിയാണ്. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. രണ്ടാമത്തെ എലമെന്റ് നിയോൺ ആണ്. ഏറ്റവും തെറ്റത്തുള്ള ഗ്രൂപ്പാണ് 18ാമത്തെ ഗ്രൂപ്പ്, ലാസ്റ്റ് ഗ്രൂപ്പ്. അതിൽ ഫസ്റ്റ് എലമെന്റ് ഹീലിയം, രണ്ടാമത്തത് നിയോണിന്റെ അറ്റോമിക് നമ്പർ 10 ആണ്. മൂന്നാമത്തെ എലമെന്റ് ആർഗൺ ആണ്. മൂന്നാമത്തെ എലമെന്റ്. ആർഗണിന്റെ അറ്റോമിക് നമ്പർ 18 ആണ്. നാലാമത്തെ എലമെന്റ് ക്രിപ്റ്റോൺ ആണ്. Kr എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ക്രിപ്റ്റോൺ ആണ്. ക്രിപ്റ്റോണിന്റെ അറ്റോമിക് നമ്പർ 36 ആണ്. അഞ്ചാമത്തെ എലമെന്റ് സെനോൺ ആണ്. Xe എന്നാണ് സെനോണിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. സെനോൺ ആണ്. സെനോണിന്റെ അറ്റോമിക് നമ്പർ 54 ആണ്. അടുത്ത ആറാമത്തെ എലമെന്റ് റെഡോൺ ആണ്. റെഡോണിനെ Rn എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. റെഡോണിന്റെ അറ്റോമിക് നമ്പർ 86 ആണ്. ഇനി അവസാനത്തെ എലമെന്റ് ഒഗനേഷ്യ ആണ്. ഒഗനേഷ്യ ഞാൻ നേരത്തെ പറഞ്ഞു ആർട്ടിഫിഷ്യൽ എലമെന്റ് ആണ്, അത് റേഡിയോ ആക്റ്റീവ് ആണ്. അതിനെ നമ്മൾ ഈ ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. ഈ 6 എണ്ണത്തിനെയാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന നോബിൾ ഗ്യാസ്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ. പേരും പഠിക്കണം നിങ്ങൾ, അതുപോലെ തന്നെ ഇതിന്റെ ആറ്റോമിക് നമ്പറും പഠിക്കണം. ആറ്റോമിക് നമ്പർ വളരെ എളുപ്പമാണ്. ഹീലിയം 2, നിയോൺ 10. രണ്ടും 8 ആണ് ഇവിടെ ഡിഫറൻസ് അല്ലെ. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ 8 ആണ് ഡിഫറൻസ്. 10ഉം 8ഉം 18. 18ഉം 18ഉം 36. 36ഉം 18ഉം 54. 54ഉം 32മാണ് 86 വരിക. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എങ്കിലും ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇത് എന്താക്കാൻ പറ്റും, വേഗം കണ്ടുപിടിക്കാൻ പറ്റും. ഹീലിയത്തിന്റെ 2 എന്നുള്ള എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ എലമെന്റ് ഹൈഡ്രജൻ കഴിഞ്ഞാൽ ഹീലിയാണ്. അപ്പോൾ അറ്റോമിക് നമ്പർ 2 ആയിട്ടുള്ള എലമെന്റ് ആണ് ഹീലിയം. നിയോൺ 10 ആണ്. അപ്പോൾ ഹീലിയം നിയോണും തമ്മിൽ 8ന്റെ ഡിഫറൻസ്. അടുത്തത് ആർഗൺ ആണ്. പേര് പഠിച്ചാൽ അറ്റോമിക് നമ്പർ ഓർത്ത് വെക്കാൻ ഈ ഒരു കോഡ് ഓർത്താലും മതി. 8, 8, 18, 18, 32. നമ്മൾ നേരത്തെ ഇലക്ട്രോണുകളുടെ എണ്ണവും 18, 32, 8 ഒക്കെ തന്നെയായിരുന്നു വന്നിരുന്നത്. ഓരോരോ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പം ഓർത്തു വെക്കുക, ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. നിയോണിന്റെ അറ്റോമിക് നമ്പർ 10 ആണ്. ആർഗണിന്റെ അറ്റോമിക് നമ്പർ 18 ആണ്. ക്രിപ്റ്റോണിന്റെ അറ്റോമിക് നമ്പർ 36 ആണ്. സെനോണിന്റെ അറ്റോമിക് നമ്പർ 54 ആണ്. റെഡോണിന്റെ അറ്റോമിക് നമ്പർ 86 ആണ്. എല്ലാറ്റിന്റെയും പേരും അറ്റോമിക് നമ്പറും പഠിക്കാം. ഇനി എങ്ങനെയാണ് ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്, എങ്ങനെയാണ് ഇതിന്റെ പേര് ഉപയോഗിച്ച് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ട് ആയിട്ട് എഴുതുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്.
ആദ്യം നമുക്ക് ഹീലിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 2 ഇലക്ട്രോണേ ഉള്ളൂ എസ് സബ്ഷെല്ലിൽ ഉണ്ടാവുള്ളൂ, 1s2 വരും. ഇതിലാർക്കും സംശയമൊന്നും ഉണ്ടാവില്ല, 2 ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിൽ 1s2 വരും. നിയോണിൻ്റെതാണെങ്കിൽ നമുക്ക് എന്താ വരിക, 10 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒന്നാമത്തെ സബ്ഷെല്ലായിട്ടുള്ള എസ്സിൽ 2 ഇലക്ട്രോൺ, 1s2, അടുത്തത് 2s2, 2p6. ഇതാണ് നിയോണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. സംശയമൊന്നുമില്ലല്ലോ. 1s2, 2s2, 2p6, 2 4 6 10 ഇലക്ട്രോൺ ഫില്ലായി. ഇനി ആർഗണിന്റെ എഴുതിയാൽ നമുക്ക് എങ്ങനെ വരിക, 1s2, 2s2, 2p6, 3s2, 3p6, 3s2, 3p6 വരും. നോക്കുക, 1s2, 2s2, 2p6, 3s2, 3p6, 2 2 4, 6 4 10, 12 18. ആർഗണിന്റെ ആറ്റോമിക് നമ്പർ 18. ഇങ്ങനെയാണ് ആർഗണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഇനി ക്രിപ്റ്റോണിന്റെ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതുക, 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d10. ഇപ്പൊ എത്രയായി, 2 2 4 6 10 12 18 20 30 ആയില്ലേ. ഇനി ഏതാ വരിക, 3d കഴിഞ്ഞാൽ ഏതാ വരിക, 4p6 വരും. ഇതാണ് ക്രിപ്റ്റോണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്കറിയാം ഇതിങ്ങനെ നീണ്ടു പോവാണ് അല്ലെ. ഇനി സെനോൺ എഴുതുകയാണെങ്കിൽ അതിലും വലുതായിരിക്കും, റെഡോൺ എഴുതുകയാണെങ്കിൽ അതിലും വലുതായിരിക്കും. അപ്പം ഈ ഒരു വലിപ്പം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ എഴുതുന്നത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇപ്പം നമുക്ക് നിയോണിന്റെ മുതൽ എഴുതി തുടങ്ങാം. നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പം നിയോണിന്റെ എങ്ങനെയാണ് നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എങ്ങനെയാണ് ഈ നോബിൾ ഗ്യാസിന്റെ പേര് വെച്ച് എഴുതുക എന്നുള്ളത്. അപ്പൊ നിയോൺ ആണ് നമുക്ക് എഴുതേണ്ട എലമെന്റ്. അപ്പം നിയോണിന്റെ തൊട്ട് മുമ്പെയുള്ള നോബിൾ ഗ്യാസ് ഏതാ നോക്കുക. നിയോണിന്റെ തൊട്ട് മുമ്പെയുള്ള നോബിൾ ഗ്യാസ് ഏതാണ്, ഹീലിയാണ്. അപ്പം ഹീലിയം വെച്ചിട്ടാണ് നിയോണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുക. അപ്പം നിയോണിൻ്റെത് 10 ആണ്, ഹീലിയത്തിൻ്റെത് 2 ആണ്. അപ്പൊ നിയോണിന്റെ തൊട്ട് മുമ്പെയുള്ള നോബിൾ ഗ്യാസ് ഹീലിയാണ്. ഹീലിയത്തിന്റെ പേര് വെച്ചിട്ട് നിയോണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം. നോക്കാം എങ്ങനെ എഴുതുന്നത്. ഇതിന്റെ സ്ഥാനത്ത് നമ്മൾ പുതിയ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എഴുതുന്നത്. തൊട്ടടിയിൽ എഴുതാം, ഹീലിയം എഴുതുക, ഇതുപോലെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. ഹീലിയം എഴുതുക, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. അപ്പോൾ 2 ഇലക്ട്രോണിനെ നമ്മൾ എന്താക്കി ഇവിടെ റെപ്രസെന്റ് ചെയ്തു. ഇനി ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട് നിയോണിന്, 8 ഇലക്ട്രോൺ. ഈ 8 ഇലക്ട്രോണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാത്രം എഴുതിയാൽ മതി. 8 ഇലക്ട്രോണിന്റെ അത് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയം വരും, ഇതിൽ എവിടുന്ന് തുടങ്ങണം എന്നുള്ളത്. അത് നിങ്ങൾ ഓർത്തു വെക്കാനുള്ള എളുപ്പത്തിന് പറയാണ്. ഹീലിയം എന്നുള്ള ഫസ്റ്റ് നോബിൾ ഗ്യാസ് ആണ് അല്ലെ. ഫസ്റ്റ് നോബിൾ ഗ്യാസ് ആകുമ്പോൾ തൊട്ടടുത്ത രണ്ടാമത്തെ എസ് സബ്ഷെല്ലിലായിരിക്കും അടുത്ത ഇലക്ട്രോൺ വരിക. അതായത് 2s. ഹീലിയം 2 ആണ് ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ. 2 ഇലക്ട്രോൺ കഴിഞ്ഞ് ബാക്കി 8 ഇലക്ട്രോൺ ഉണ്ട്. 2sൽ എത്ര ഇലക്ട്രോൺ അപ്പൊ കൊള്ളും, 2 ഇലക്ട്രോൺ കൊള്ളും അല്ലെ. 2sൽ 2. അപ്പൊ 2 കഴിഞ്ഞു. ഇനി എത്രയുണ്ട്, 6. അടുത്ത നമ്മൾ എന്തിൽ എഴുതും, പിയിൽ 2p6 എഴുതും. ഇങ്ങനെയാണ് നോബിൾ ഗ്യാസിന്റെ പേര് വെച്ചിട്ട് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഒന്നുകൂടെ പറയാം, നിയോണിന്റെ ആറ്റോമിക് നമ്പർ 10 ആണ്. അപ്പോൾ നിയോണിന്റെ തൊട്ട് മുമ്പേയുള്ള നോബിൾ ഗ്യാസ് എടുക്കുക. തൊട്ട് മുമ്പേയുള്ള നോബിൾ ഗ്യാസ് ഏതാണ്, ഹീലിയാണ്. ഹീലിയം എഴുതി. ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. നിയോണിന്റെ ആറ്റോമിക് നമ്പർ 10 ആണ്. അപ്പം 2 ഇലക്ട്രോണിന് നമ്മൾ ഹീലിയം എന്നുള്ള പേര് വെച്ച് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി എത്ര ഉണ്ടാവും, 8 എണ്ണം. 8 ഇലക്ട്രോണുകളെയാണ് നമ്മൾ സബ്ഷെല്ലിൽ കാണിക്കുന്നത്. അപ്പം തൊട്ടടുത്ത സബ്ഷെല്ലായിട്ട് ഏതാ വരിക, ഹീലിയം ആണ് നമ്മൾ പേരെഴുതാൻ ഉപയോഗിച്ചതെങ്കിൽ ഹീലിയം എന്നുള്ളത് ഫസ്റ്റ് നോബിൾ ഗ്യാസ് ആണ്. അപ്പൊ 2s ആയിരിക്കും അടുത്ത ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. 2s, 2s2, 2p6. 2s2 എത്ര ഇലക്ട്രോൺ ബാക്കിയുണ്ടോ അതിനനുസരിച്ച് ഫില്ല് ചെയ്ത് പോവുക. ഇനി നമ്മൾ ഹീലിയം കഴിഞ്ഞ് ആർഗൺ എടുത്തു കഴിഞ്ഞാൽ ആർഗൺ 18 ആണ് ആറ്റോമിക് നമ്പർ. ആർഗണിന്റെ തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസ് ഏതാണ്, നിയോൺ ആണ്. അപ്പം Ne എഴുതി, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു.
ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. എന്ന് എഴുതുക, സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. നിയോൺ എന്നുള്ളത് രണ്ടാമത്തെ നോബിൾ ഗ്യാസ് ആണ്. അപ്പൊ നമ്മളുടെ അടുത്ത ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണ് ഫില്ല് ആവുക? മൂന്നാമത്തെ എസ് സബ് ഷെല്ലിൽ. അതായത് 3s2. എസ്സിൽ 2 ആണല്ലോ. നിയോണിന്റെ ആറ്റോമിക് നമ്പർ 10 ആണ്. ഇനി ബാക്കി എത്ര എലമെന്റ് ഉണ്ടാവും? 8 എലമെന്റ് ഉണ്ടാവും. 10 എലമെന്റ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തു. ബാക്കി എത്ര ഉണ്ട്? 8 എലമെന്റ്. 8 എലമെന്റിൽ 2 എണ്ണം ഇവിടെ പോയി, ഇവിടെ എസ്സിൽ പോയി അല്ലേ. ഇനി ഇത് ബാക്കി ഉണ്ടാവും 3p6 കൂടെ ഉണ്ടാവും. ശരിയല്ലേ? 6ഉം 2ഉം 8ആയി. 8ഉം ഈ നിയോണിന്റെ 10ഉം 18 ആയല്ലോ. ഇങ്ങനെ ഇത്രയും എഴുതുന്നതിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതിയാൽ മതി? ഇത് എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ. ഇതാണ് ആർഗണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. സംശയമൊന്നുമില്ലല്ലോ. ആർഗണിന്റെ തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസ് നിയോൺ ആണ്. നിയോൺ എഴുതുക. അതിനുശേഷം ബാക്കിയുള്ള ഇലക്ട്രോണുകളെ സബ്ഷെല്ലിൽ ഫില്ല് ചെയ്യുക. നിയോണിന്റെ അറ്റോമിക് നമ്പർ 10 ആണ്. അപ്പോൾ ബാക്കി എത്ര എലമെന്റ് ഉണ്ടാവും? ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 8 ഇലക്ട്രോൺ ഉണ്ടാവും. ആ 8 ഇലക്ട്രോണിനെ നമ്മൾ 3s2 3p6 രണ്ട് സബ്ഷെല്ലിൽ ഫില്ല് ചെയ്തു. ഇനി അടുത്ത എലമെന്റ് ഏതാണ്? ക്രിപ്റ്റോൺ ആണ് അല്ലെ. ക്രിപ്റ്റോണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 36 ആണ്. അപ്പൊ ക്രിപ്റ്റോണിന്റെ തൊട്ട് മുമ്പേ ഉള്ള നോബിൾ ഗ്യാസ് ഏതാണ് വരിക? ആർഗൺ ആണ്. ആർഗൺ എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. ആർഗൺ എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. ആർഗണിന് ശേഷം ഏതാണ് നമ്മൾ എടുക്കുക? സബ്ഷെല്ലായിട്ട് എടുക്കേണ്ടത് ആർഗൺ മൂന്നാമത്തെ നോബിൾ ഗ്യാസ് ആണ്. അപ്പൊ 4s ആയിരിക്കും അടുത്ത സബ്ഷെല്. 4s2. ശരിയല്ലേ? നിങ്ങൾ നോക്കൂ. ആർഗണിന്റെ അറ്റോമിക് നമ്പർ 18 ആണ്. ക്രിപ്റ്റോണിന്റെ അറ്റോമിക് നമ്പർ 36 ആണ്. അപ്പൊ 18 ഇലക്ട്രോണും കൂടെ നമ്മൾ എന്താക്കണം? സബ്ഷെല്ലിൽ കൊള്ളിക്കണം. 2 ഇലക്ട്രോൺ ആയി. അടുത്ത ഇത് എഴുതും. 4s കഴിഞ്ഞാൽ 3d10. ശരിയല്ലേ? 4p6. 4s കഴിഞ്ഞാൽ 3d ആണ് വരിക. അത് കഴിഞ്ഞാൽ 4p ആണ്. 4p6 നോക്ക് നിങ്ങൾ. 10ഉം 2ഉം 12ഉം 6ഉം 18. ഈ 18ഉം ആർഗണിന്റെ 18 36 ഇലക്ട്രോൺ ആയി. ഇതാണ് ക്രിപ്റ്റോണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഇത് ക്രിപ്റ്റോണിൻ്റെതാണ്. ക്രിപ്റ്റോണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എങ്ങനെയാണ് ഒന്നുകൂടെ പറയാം. ക്രിപ്റ്റോണിന്റെ തൊട്ട് മുമ്പേയുള്ള നോബിൾ ഗ്യാസ് ആർഗൺ ആണ്. ആർഗണിന്റെ പേര് എഴുതി. ആർഗണിന്റെ അറ്റോമിക് നമ്പർ 18 ആണ്. അപ്പം ആർഗണിന്റെ പേര് എഴുതുന്നതോടുകൂടി ഈ 18 ഇലക്ട്രോണിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 18 ഇലക്ട്രോൺ. ഈ 18 ഇലക്ട്രോണിനെയാണ് നമ്മൾ ഈ സബ്ഷെല്ലിൽ ഫില്ല് ചെയ്യേണ്ടത്. നോക്കുക, ആർഗൺ മൂന്നാമത്തതാണ്. അപ്പം എസ് തൊട്ടടുത്തുള്ള എസ് സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യേണ്ടത്. അപ്പം 4s2. 4s2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 3d ആണ് വരിക. അത് കഴിഞ്ഞാൽ 4p ആണ് വരിക. 3dയിൽ എത്ര ഇലക്ട്രോൺ കൊള്ളു? മാക്സിമം 10 ആണ്. 10 കൊടുത്തു. ഇനി ബാക്കി 6 ഇലക്ട്രോൺ ഫീലും കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് ക്രിപ്റ്റോണിൻ്റെത് വരിക. നമ്മൾ എഴുതുന്നത് സെനോണിൻ്റെതാണ്. സെനോണിന്റെ ആറ്റോമിക് നമ്പർ 54 ആണ്. അപ്പൊ സെനോണിന്റെ തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസ് ഏതാ വരിക? ക്രിപ്റ്റോൺ ആണ്. അപ്പൊ നമ്മൾ എന്താക്കി? kr എഴുതി സ്ക്വയർ ബ്രാക്കറ്റ്. kr എഴുതുക, സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. അതിനുശേഷം kr ക്രിപ്റ്റോൺ എന്ന് പറയുന്നത് 1 2 3 4ാമത്തെ നോബിൾ ഗ്യാസ് ആണ്. അതുകൊണ്ട് അടുത്ത ഇലക്ട്രോൺ ഏതിൽ ഫില്ല് ചെയ്യണം? 5ാമത്തെ 5s ഫില്ല് ചെയ്യണം. 5s2. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ ക്രിപ്റ്റോൺ എഴുതിയത് കൂടി എത്ര ഇലക്ട്രോണിന്റെ കാര്യത്തിൽ തീരുമാനമായി? 36 എണ്ണത്തിന്റെ തീരുമാനമായി. ഇനി എത്ര എണ്ണം ഉണ്ട് ബാക്കി? 18 എണ്ണാണ് ബാക്കിയുള്ളത്. അപ്പൊ 5s2. 5s കഴിഞ്ഞ അടുത്ത ഏതാ വരിക? 4d ആണ് വരിക അല്ലെ. 4d10. ശരിയല്ലേ? അടുത്തത് ഏതാ വരിക? 5p6. 10ഉം 2ഉം 12ഉം 6ഉം 18. ഇതാണ് സെനോണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ക്രിപ്റ്റോണിന്റെ എഴുതി. ക്രിപ്റ്റോണിന്റെ അറ്റോമിക് നമ്പർ 36 ആണ്. ബാക്കി 18 എലമെന്റ്, ബാക്കി 18 ഇലക്ട്രോൺ. ആ 18 ഇലക്ട്രോണിനെ നമ്മൾ 5s2 4d10 5p6 എന്നീ സബ്ഷെല്ലിൽ ഫില്ല് ചെയ്യും. ഓക്കെ ആണല്ലോ. അടുത്ത എലമെന്റ് റെഡോൺ ആണ്. റെഡോണിന്റെ തൊട്ട് മുമ്പേയുള്ള നോബിൾ ഗ്യാസ് ഏതാണ്? സെനോൺ ആണ്. അപ്പൊ സെനോൺ എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. സെനോൺ എഴുതിയത് കൂടി 54 ഇലക്ട്രോണിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി എത്ര എണ്ണം ഉണ്ട്? 32 എണ്ണാണ് ഉള്ളത്. സെനോൺ കഴിഞ്ഞാൽ 5s കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെനോൺ എന്ന് പറയുന്നത് 5ാമത്തെ നോബിൾ ഗ്യാസ് ആണ്. അപ്പം അടുത്ത ഇലക്ട്രോൺ ഏതിൽ ഫില്ല് ചെയ്യണം? 6s ഫില്ല് ചെയ്യണം. 6s2.
ശരിയല്ലേ? 6s കഴിഞ്ഞാൽ അടുത്തത് ഏതാ വരിക? 4f ആണ് വരിക. എഫ് സബ്ഷെല്ലിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 14 ആണ്. അപ്പം 4f 14. അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഏതാണ്? ഈ 5p കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? 5d ആണ് ഇനി വേണ്ടത്. 5d 6s 4f 5d 10 വരും. അത് കഴിഞ്ഞാൽ 6p 6 വരും. ഇതാണ് റെഡോണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. xenon 6s2 4f 14 5d 10 6p 6. ഇങ്ങനെയാണ് നോബിൾ ഗ്യാസിന്റെ പേര് വെച്ചിട്ട് നമ്മൾ ഓരോ എലമെന്റിന്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ നോബിൾ ഗ്യാസിന്റെ തന്നെയാണ്. ഇനി നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കുറെ എക്സാമ്പിൾ ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ എക്സാമ്പിൾ അല്ല, നിങ്ങളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അത് ഓരോന്നും എടുത്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ളത്. ഇത് നിങ്ങളെ ടെക്സ്റ്റിൽ കൊടുത്ത എക്സാമ്പിൾ ആണ്. ഒരു 5 എലമെന്റിന്റെ അറ്റോമിക് നമ്പർ കൊടുത്തിട്ടുണ്ട്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ നോബിൾ ഗ്യാസിന്റെ പേര് വെച്ചുകൊണ്ട് ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ എഴുതണം. അത് എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പേ ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കടക്കാം. അതായത് നിങ്ങളിപ്പം ടെക്സ്റ്റ് നോക്കിയാൽ നമുക്കറിയാം. ഇപ്പം സ്കാൻഡിയം ഇതിൽ തന്നെയുള്ള എക്സാമ്പിളാണ്. സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 21 ആണ്. ഈ സ്കാൻഡിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോബിൾ ഗ്യാസിൻ്റെത് വെച്ചിട്ടല്ല, അല്ലാണ്ട് എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതുക? 1s2 2s2 2p6 3s2 3p6 4s2 3d1 ആണ് അല്ലേ? ശരിയല്ലേ? നമ്മൾ നോക്ക് 2 4 10 12 18 20 21 ഇലക്ട്രോൺ. ഇതാണല്ലോ സ്കാൻഡിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഇങ്ങനെയാണല്ലോ എഴുതുക. ഇതിൽ സംശയമൊന്നുമില്ലല്ലോ ആർക്കും. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റില് ഇത് കൊടുത്തിട്ടുണ്ടാവും എങ്ങനെയാണ്? 1s2 2s2 2p6 3s2 3p6 3d1 എഴുതിയതിനു ശേഷമേ 4s2 എഴുതാറുള്ളൂ. ഇത് നമ്മൾ ഈ 3d മുഴുവൻ മൂന്നാമത്തെ ഷെല്ല് മുഴുവൻ അല്ലെങ്കിൽ മൂന്നാമത്തെ ഷെല്ല് മുഴുവൻ എഴുതി കഴിഞ്ഞിട്ട് നാലാമത്തത് എഴുതാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും ശരിയാണ്. ഇങ്ങനെ എഴുതിയാലും ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. ഇത് 3 മുഴുവൻ കഴിഞ്ഞിട്ട് 4 എഴുതുന്നെന്ന് മാത്രം. ഇങ്ങനെയാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടാവുക. ഇതും ശരിയാണ്, ഇതും ശരിയാണ്. ഇങ്ങനെ എഴുതുന്ന സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് എഴുതുക. 3D എന്ന് എഴുതുക. ഇലക്ട്രോണുകളുടെ എണ്ണം എഴുതാണ്ടിരിക്കുക. 4s എഴുതിയതിനു ശേഷം ബാക്കിയുള്ള ഇലക്ട്രോൺ മാത്രം 3Dയിൽ കാണിക്കുക. ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതി നോക്കാം. ടൈറ്റാനിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്ര വരിക? 22 ആണല്ലേ? എങ്ങനെ എഴുതാം നമ്മൾ? ഇതുപോലെ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. 1s2 2s2 2p6 3s2 3p6. അടുത്തത് ശരിക്കും വരേണ്ടത് ഏതാണ്? 4s ആണല്ലേ? 3p കഴിഞ്ഞാൽ 4s ഫിൽ ചെയ്തിട്ടേ 3d വരാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ 3d ആദ്യം എഴുതി വെക്കുക, എന്നിട്ട് 4s എഴുതുക. 4s എത്ര ഇലക്ട്രോൺ കൊള്ളും? പരമാവധി 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ. ഇനി എത്ര ഇലക്ട്രോൺ ബാക്കി ഉണ്ടാവും നോക്കുക നിങ്ങൾ. 2 2 4 10 12 18 2 20 2 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. അതാണ് എവിടെ എഴുതുക? 3Dയിൽ എഴുതുക. ഒറ്റ എക്സാമ്പിളും കൂടി എഴുതാം. വനേഡിയത്തിൻ്റെത് 23 ആണ്. എങ്ങനെ വരിക? 1s2 2s2 2p6 3s2 3p6 3d നമ്മളിവിടെ തൽക്കാലം എഴുതി വെക്കുന്നു. ഇലക്ട്രോണുകളുടെ എണ്ണം എഴുതുന്നില്ല. 4s2 ബാക്കി എത്ര ഉണ്ടാവും? 3 ഇലക്ട്രോൺ ഉണ്ടാവും. അത് നമ്മളിവിടെ 3Dക്ക് എഴുതുക. ഈ 3D നിങ്ങൾ ആദ്യം ഫില്ല് ചെയ്താൽ ചിലപ്പോൾ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് 4s എഴുതിയതിനു ശേഷം മാത്രം 3D എഴുതുക. നമ്മൾ ഈ ഓർഡറിലാണ് ഇലക്ട്രോൺ ഫില്ല് ആവുന്നത്. ഇനി ഓരോരോ ഷെല്ലിന്റെയും സെപ്പറേറ്റ് എഴുതണമെങ്കിൽ, ഒരുമിച്ച് എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇങ്ങനെയാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് ഈ എക്സാമ്പിൾ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നോക്കാം. ഈ 5 എക്സാമ്പിളിന്റെ എങ്ങനെയാണ് നമ്മൾ നോബിൾ ഗ്യാസിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സ്കാൻഡിയം നമ്മളിവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് നോബിൾ ഗ്യാസിന്റെ പേര് വെച്ചിട്ട് എഴുതുക എന്നുള്ളത് നോക്കാം.
സ്കാൻഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 21. തൊട്ട് മുമ്പേയുള്ള നോബിൾ ഗ്യാസ് ഏതാണ്? ആർഗൺ ആണ്. ആർഗണിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ് വരിക? 18 വരിക. അപ്പം ആർഗണിന്റെ ആറ്റോമിക് നമ്പർ 18. ഇവിടെ 21 ഇതിന്റെ ആറ്റോമിക് നമ്പർ അല്ലെ. അപ്പൊ 18 ഇലക്ട്രോണിന്റെ കാര്യത്തിൽ തീരുമാനമായി. ബാക്കി എത്ര എണ്ണം ഉണ്ടാവും? 3 എണ്ണം ഉണ്ടാവും. ആ 3 എണ്ണം മാത്രം നമ്മൾ കാണിച്ചാൽ മതി. ഇനി ആർഗൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ആർഗൺ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ എലമെന്റ് ആണ് നോബിൾ ഗ്യാസിൽ? ഹീലിയം, നിയോൺ, ആർഗൺ മൂന്നാമത്താണ്. അപ്പൊ അടുത്ത ഏതാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? 4s ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കുക 4s2. 4s കഴിഞ്ഞ് ഏതാണ്? 3d1. ഇങ്ങനെ എഴുതാം അല്ലെ. ഇതേ സാധനം നിങ്ങൾക്ക് ഇത് പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെയാണ് എഴുതുന്നെങ്കിൽ എങ്ങനെ വരും? ആർഗൺ ആദ്യം ഡി എഴുതുക 3d, 4s2, 3d1 ഇങ്ങനെ എഴുതാം. പ്രശ്നമൊന്നുമില്ലല്ലോ എഴുതുന്നതിൽ. ഈ രീതിയിൽ എഴുതാം, ഈ രീതിയിൽ എഴുതാം. ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടാവുക. ഓർത്ത് വെക്കുക 4s ആണ്. ആർഗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഷെല്ല് വരുന്നത് 4sൻ്റെതാണ്. പക്ഷേ 4s കഴിഞ്ഞാൽ തൊട്ടടുത്ത 3d ആണ്. അപ്പൊ 3d ആദ്യം എഴുതിയിട്ട് 4s പിന്നെ എഴുതുന്നു. 3d, 4s, 4s2, 3d1. ഇത് നേരെ തിരിച്ച് എഴുതിയെന്ന് മാത്രം. ഇനി കാൽഷ്യത്തിന്റെ കേസിലാണെങ്കിൽ കാൽഷ്യത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 20 ആണ്. തൊട്ട് മുമ്പേയുള്ള നോബിൾ ഗ്യാസ് ഏതാണ്? ആർഗൺ ആണ്. ആർഗൺ എഴുതി. ആർഗൺ 18 ഇലക്ട്രോണിന്റെ കാര്യത്തിൽ തീരുമാനം. ഇനി എത്ര ഉണ്ട് ബാക്കി? 2 ഇലക്ട്രോണേ ബാക്കിയുള്ളൂ അല്ലേ. ആ 2 ഇലക്ട്രോൺ ഏതിൽ ഫില്ലാവണം? ഈ 4sൽ ഫില്ലാവണം. 4s2. 3d ഉണ്ടാവില്ല, ഇലക്ട്രോൺ ഉണ്ടാവില്ല. ഇനി മെഗ്നീഷ്യത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 12 ആണ് അല്ലെ. 12ന്റെ തൊട്ട് മുന്നേയുള്ള നോബിൾ ഗ്യാസ് ഏതാ വരിക? നിയോൺ. 10ാമത്തെ എലമെന്റ് ആയിട്ടുള്ള നിയോൺ നോബിൾ ഗ്യാസ് ആണ്. അപ്പൊ നിയോൺ വെച്ചിട്ടാണ് മെഗ്നീഷ്യത്തിന്റെ എഴുതുക. നിയോൺ സ്ക്വയർ ബ്രാക്കറ്റ്. നിയോൺ വന്നതോടുകൂടി 10 ഇലക്ട്രോൺ തീർന്നു. ബാക്കി എത്ര ഉണ്ട്? 2 എണ്ണം. നിയോൺ ഒന്ന് 2ാമത്തെ നോബിൾ ഗ്യാസ് ആണ്. അപ്പൊ അടുത്ത ഏതിൽ ഫിൽ ചെയ്യണം? 3s2. ഓക്കെ ആണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. മെഗ്നീഷ്യത്തിൻ്റെത് 3s2. അടുത്തത് കൊബാൾട്ട് ആണ്. കൊബാൾട്ട് ആറ്റോമിക് നമ്പർ 27 ആണ്. അപ്പൊ കൊബാൾട്ടിൻ്റെത് ആറ്റോമിക് നമ്പർ 27. 27 പറഞ്ഞ തൊട്ട് മുമ്പേ ഉള്ള നോബിൾ ഗ്യാസ് ഏതാ വരിക? ഇത് തന്നെ അല്ലേ. ആർഗൺ തന്നെയല്ലേ വരിക 18. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏതാണ്? ക്രിപ്റ്റോൺ 36 ആണ് അല്ലെ. അപ്പൊ 27 പറയുമ്പോൾ ആർഗൺ തന്നെയാണ് വരിക. ആർഗൺ. ഓക്കെ ആണല്ലോ. ആർഗൺ വന്നു കഴിഞ്ഞാൽ 18 എണ്ണം പോയി. ഇനി എത്ര എണ്ണം ഉണ്ടാവും ബാക്കി? 9 എണ്ണം ഉണ്ടാവും അല്ലെ. 9 എണ്ണം എഴുതുന്ന സമയത്ത് നമുക്കറിയാം 3d. ഇതേ ആർഗൺ കഴിഞ്ഞാൽ 4s ആണ് ആദ്യം വരേണ്ടത്. നമ്മൾ തൽക്കാലം അതുപോലെ എഴുതുകയാണെങ്കിൽ 3d, 4s2. 4s2 എത്ര ഇലക്ട്രോൺ ബാക്കിയുണ്ട് ഇവിടെ? ആർഗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 ഇലക്ട്രോൺ. ആർഗൺ 18, 9 ആണ് 27. 9. 9ൽ 2 ഇവിടെ പോയി. ബാക്കി എത്ര ഉണ്ടാവും? 7 ഉണ്ടാവും. അതാണ് വരിക. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ആർഗൺ 4s2, 3d7. ഇത് എഴുതിയാൽ നിങ്ങളോട് തെറ്റിപ്പോവില്ല. ഇത് തെറ്റിപ്പോവില്ല എപ്പം? നിങ്ങൾ 4s എഴുതിയതിനു ശേഷം മാത്രം 3d എഴുതുക കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പം ഈ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് പറയുന്നത്. സിങ്ക് ആണെങ്കിൽ എന്താ വരിക? ആർഗൺ 3d, 4s2. 2 ഇലക്ട്രോൺ കഴിഞ്ഞ് ബാക്കി എത്ര ഉണ്ടാവും? 10 എണ്ണം ഉണ്ടാവും അല്ലെ. ഇങ്ങനെ എഴുതാം. അല്ല എങ്കിൽ ആർഗൺ 4s2, 3d10. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഫോർമാറ്റ് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഓക്കെ അല്ലേ. ഇങ്ങനെയാണ് അപ്പൊ നമ്മള് നോബിൾ ഗ്യാസിന്റെ പേര് വെച്ചിട്ട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയാൻ ഞാൻ എഴുതുന്നില്ല, ജസ്റ്റ് ഒന്ന് പറയുക മാത്രമേ ഉള്ളൂ. അതായത് നമുക്കൊരു എലമെന്റ് തന്നിട്ട് അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ആറ്റോമിക് നമ്പർ നോക്കുക. ഈ ആറ്റോമിക് നമ്പറിന്റെ തൊട്ട് മുമ്പേ ഉള്ള നോബിൾ ഗ്യാസ് ഏത്? ഇപ്പം 18 ആണ് അല്ല, ഒരു 25 ആറ്റോമിക് നമ്പർ എങ്കിൽ ഇതിന്റെ തൊട്ട് മുമ്പേ ഉള്ള നോബിൾ ഗ്യാസ്. തൊട്ട് മുമ്പേ ഉള്ള നോബിൾ ഗ്യാസ് ആർഗൺ ആണ്. ആർഗണിന്റെ ആറ്റോമിക് നമ്പർ എത്ര വരിക? 18 ആണ്. അപ്പൊ ആർഗൺ എഴുതുക, സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. അപ്പൊ 18, 25 നമ്മളുടെ തന്നിരിക്കുന്ന എലമെന്റിന്റെ ആറ്റോമിക് നമ്പർ എങ്കിൽ ബാക്കിയുള്ള ഇലക്ട്രോണുകൾ മാത്രമേ നമ്മൾ സബ്ഷെല്ലിൽ കാണിക്കേണ്ടുള്ളൂ.
18 എന്ത് പോയി, ആർഗണിന്റെ പേര് എഴുതുന്നതോടുകൂടി പോയി. ബാക്കിയുള്ള 7 മാത്രം സബ്ഷെല്ലിൽ നമ്മൾ കാണിക്കുക. ഇങ്ങനെയാണ് നോബിൾ ഗ്യാസിന്റെ പേര് വെച്ചിട്ട് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓരോരോ ബ്ലോക്കിന്റെ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ അതിന്റെ ഇടയിൽ ചെറിയൊരു ടോപ്പിക് ഉണ്ട്, പെക്യുലാരിറ്റീസ് ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ. കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ക്ലാസ്സിൽ എടുക്കാം. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ആളിലേക്ക് എത്തിക്കുക.